ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. ആദ്യത്തേതാണ് പ്രീമിയം. പ്രീമിയം മീൻസ് ദ എമൗണ്ട് ഓഫ് മണി പെയ്ഡ് ബൈ ദ പോളിസി ഹോൾഡർ ടു ദ ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനിയിലേക്ക് പോളിസി എടുക്കുന്നയാൾ, പോളിസി ഹോൾഡർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എമൗണ്ട് ഓഫ് മണി പേയ്മെൻറ്റ് ചെയ്യണം. റെഗുലർ ഇൻ്റർവെൽസിൽ, അത് ചിലപ്പോൾ മന്ത്ലി ആയിരിക്കാം, ക്വാർട്ടർലി ആയിരിക്കാം, ഇയർലി ആയിരിക്കാം, ഒരു എമൗണ്ട് ഓഫ് മണി പേയ്മെൻറ്റ് നടത്തണം. ആ എമൗണ്ടിനെയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രീമിയം എന്ന് വെച്ചാൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ മെയിൻ ഇൻകമാണ് കേട്ടോ. ഇൻകം ആയിട്ടുള്ളൊരു ഐറ്റമാണ് പ്രീമിയം എന്ന് പറയുന്നത്. അടുത്തൊരു ടേമാണ് റീ ഇൻഷുറൻസ്. വെൻ ആൻ ഇൻഷുറൻസ് കമ്പനി ട്രാൻസ്ഫേഴ്സ് പാർട്ട് ഓഫ് ഇറ്റ്സ് റിസ്ക് ടു അനദർ കമ്പനി, ഇറ്റ് ഈസ് കോൾഡ് റീ ഇൻഷുറൻസ്. ഒരു ഇൻഷുറൻസ് കമ്പനി അവരുടെ ഒരു റിസ്കിൻ്റെ പാർട്ട് വേറൊരു കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക എന്ന് വിചാരിക്കും. ഇതിനെയാണ് റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ഒരു 50 ലാക്കിൻ്റെ ഒരു ഇൻഷുറൻസ് ഒരു പോളിസി ഒരാൾ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അത്രയും വലിയൊരു റിസ്ക്കാണ് ആ ഒരു കമ്പനി ഏറ്റെടുക്കുന്നത്. അപ്പോൾ കമ്പനിക്ക് എന്ത് തോന്നാം, അത് ഫുള്ളും അവർക്ക് അത് എന്താ പറയുക, അവർക്കത് ആ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ കവർ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർ ചിലപ്പോൾ വേറൊരു ഇൻഷുറൻസ് കമ്പനിയിൽ ഇതിൻ്റെ ഒരു പാർട്ട്, ഒരു കുറച്ച് പാർട്ട് 25 ലാക്കോ 30 ലാക്കോ ഒക്കെ ചിലപ്പോൾ അവരെന്ത് ചെയ്യാം, വേറൊരു കമ്പനിയിൽ റീ ഇൻഷുറൻസ് ചെയ്യാം. ഒന്നും കൂടി അതിന്മേൽ തന്നെ ഇൻഷുർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ വേറൊരു കമ്പനിയിലേക്ക് നമ്മൾ ആ ഒരു റിസ്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കമ്പനീനെ നമ്മൾ റീ ഇൻഷുറർ എന്നാണ് പറയുന്നത്. അടുത്ത ടേം എന്ന് പറയുന്നത് കമ്മീഷനാണ്. കമ്മീഷൻ ഈസ് ദി എമൗണ്ട് പെയ്ഡ് ബൈ ദി ഇൻഷുറൻസ് കമ്പനി ടു ഇറ്റ്സ് ഏജൻറ്റ്. അതായത് കമ്പനിക്ക്, ഈ ഇൻഷുറൻസ് കമ്പനിക്ക് കുറേ ഏജൻറ്റുകൾ ഉണ്ടായിരിക്കും. ആ ഏജൻറ്റ് വഴിയായിട്ടായിരിക്കും അവർ ക്ലയൻസിനെ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഈ ഏജൻസിന് അവർ നടത്തുന്ന സെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ട് അവർക്കൊരു എമൗണ്ട് പേയ്മെൻറ്റ് നടത്തും, കമ്പനി പേയ്മെൻറ്റ് ചെയ്യും. അതിനെയാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്മീഷൻ ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്ത ഐറ്റമാണ് ക്ലെയിംസ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് പേയബിൾ ബൈ ദ ഇൻഷുറൻസ് കമ്പനി ടു ദ ഇൻഷുവേർഡ് വെൻ ദ ഈവൻറ്റ് ഹാപ്പൻസ് ഈസ് നോൺ ആസ് ക്ലെയിം. അപ്പോൾ ക്ലെയിം എന്ന് പറയുന്നത് എന്താണ്, ഇൻഷുറൻസ് കമ്പനി ഇൻഷുവേർഡിന്, അതായത് പോളിസി എടുക്കുന്ന ആൾക്ക് ആ പോളിസിയിലെ എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ആ എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് ക്ലെയിംസ് എന്ന് പറയുന്നത്. ഇനി ഈ പേയ്മെൻറ്റ് എപ്പോഴാണ് ഈ ക്ലെയിം കൊടുക്കേണ്ടി വരിക, ആ ഒരു ഇൻഷുറൻസ് പോളിസിയിൽ നമ്മളൊരു ഈവൻറ്റ് ഉണ്ടായിരിക്കുമല്ലോ, ഒന്നെങ്കിൽ ആ പോളിസി ഹോൾഡറിൻ്റെ ഡെത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് പോളിസിക്ക് ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടായിരിക്കാം. ആ ഒരു മെച്യൂരിറ്റി പീരീഡ് അറ്റൈൻ ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു എമൗണ്ട് അവർക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. അതിനെയാണ് എന്ത് പറയുന്നത്, ക്ലെയിം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ ഒരു 10 ലാക്കിൻ്റെ ഇൻഷുറൻസ് പോളിസി എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു 10 ഇയറിലേക്കാണ് അയാളത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 10 ഇയറിനുള്ളിൽ ഒന്നെങ്കിൽ അയാളുടെ ഡെത്തോ അല്ലെങ്കിൽ ആ ഒരു 10 ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴെന്ത് ചെയ്യണം, ആ പോളിസിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് ആ ഇൻഷുറൻസ് ഹോൾഡർക്ക് നമ്മൾ എന്ത് ചെയ്യണം, പോളിസി ഹോൾഡർക്ക് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം, ഇൻഷുർഡിന് കൊടുക്കേണ്ടതായിട്ട് വരും, കമ്പനി തിരിച്ച് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനെയാണ് ക്ലെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു എക്സ്പെൻസാണ് ക്ലെയിം എന്ന് പറയുന്നത്. ഓക്കെ, റവന്യൂ പേയ്മെൻറ്റ് അല്ലെങ്കിൽ എക്സ്പെൻസാണ് ക്ലെയിം. അടുത്തൊരു ടൈമാണ് ആനുറ്റി. ഇറ്റ് ഈസ് ആനുവൽ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി ടു ദ ഇൻഷുവേർഡിന്, അതായത് പോളിസി എടുത്തിട്ടുള്ള ആൾക്ക് ഇൻഷുറൻസ് കമ്പനി ആനുവലായിട്ട് ഇയർലി പേയ്മെൻറ്റ് നടത്തുന്നതിനെയാണ് ആന്യൂറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തിൽ നിന്നാണ് ഈ പേയ്മെൻറ്റ് നടത്തുക, ഔട്ട് ഓഫ് ദി ലംസം റിസീവ്ഡ് ഇൻ ദി ബിഗിനിങ്. അതായത് ആ ഒരു പോളിസി എടുക്കുന്ന ബിഗിനിങ്ങിൽ തന്നെ ഒരു ലംസമായിട്ടൊരു ഫിക്സഡ് എമൗണ്ട് ഇൻഷുറൻസ് പോളിസി ഹോൾഡർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ എമൗണ്ട് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുന്നു, ആ പോളിസി എടുത്തിട്ടുള്ള ആൾക്ക് തിരിച്ച് റീപേയ്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ എമൗണ്ടും ഒറ്റയടിക്കല്ല പേയ്മെൻറ്റ് ചെയ്യുന്നത്, റെഗുലറായിട്ട് ഒരു ഇൻകം കിട്ടുന്ന പോലെ, ഇപ്പോൾ മന്ത്ലിയോ ഇയർലിയോ ഒരു കുറച്ച് എമൗണ്ടായിട്ട് അവർക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് ആന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആന്യൂറ്റി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ് കേട്ടോ, ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു എക്സ്പെൻസ് ആണ് ആന്യൂറ്റി. ഇത് സറണ്ടർ വാല്യൂ. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മണി the policy holder gets from the insurance company when they end the policy before maturity. ഒരു പോളിസി ഹോൾഡർ മെച്യൂരിറ്റി പീരീഡ് ആവുന്നതിന് മുൻപ് തന്നെ ആ ഒരു പോളിസി സറണ്ടർ ചെയ്യാണ് അല്ലെങ്കിൽ അവസാനിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക.
ഓക്കെ, അപ്പോൾ അയാളുടെ ഇൻഷുറൻസ് പോളിസി സറണ്ടർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും, ആ പോളിസി ഹോൾഡർക്ക് അയാൾ അടച്ചത്രയും കുറച്ച് നാൾ അയാൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു എമൗണ്ട് ഓഫ് മണി അയാൾക്ക് പേയ്മെൻറ്റ് ചെയ്യും, ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യും. അതിനെയാണ് സറണ്ടർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മെച്യൂരിറ്റി പീരീഡിന് മുൻപ് ഒരു പോളിസി ഒരാൾ അവസാനിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ആ പോളിസി ഹോൾഡർക്ക് കിട്ടുന്ന എമൗണ്ട് ഓഫ് മണീനെയാണ് സറണ്ടർ വാല്യൂ എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് റിവേർഷൻ. ഇറ്റ് ഈസ് ദ റിട്ടേൺ ഓർ ബോണസ് ആഡഡ് ടു പോളിസി വാല്യൂ ബൈ ദ ഇൻഷുറൻസ് കമ്പനി. അതായത് ഒരു പോളിസി ഹോൾഡർക്ക് ആ പോളിസി വാല്യൂവിനോടൊപ്പം ബോണസോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും റിട്ടേണും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇൻഷുറൻസ് കമ്പനി പേയ്മെൻറ്റ് നടത്തുന്നതെന്ന് വിചാരിക്കുക. അതിനെയാണ് റിവേർഷൻ എന്ന് പറയുന്നത്.